ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമഃ ചണ്ഡികായൈ. ഓം ശ്രീ ത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. നാരായണ സ്വാമി ശരണം. അമ്മേ നാരായണ. ശ്രീമദ് ദേവി മാഹാത്മ്യത്തിൽ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന. കഴിഞ്ഞ ക്ലാസ്സിൽ 9 ശ്ലോകങ്ങൾ വരെ, പഴയ പുസ്തകത്തിൽ 9 ശ്ലോകമെന്നും പുതിയ പുസ്തകങ്ങളിൽ 8 ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് 2 ആഴ്ച ക്ലാസ് ഇല്ലായിരുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയി കാണും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിച്ചിട്ട്, അത് ആദ്യം വായിക്കുന്നത് പഴയ പുസ്തകത്തിൽ നിന്നാണ്. അതിൽ ധ്യാന ശ്ലോകമില്ല. അപ്പോൾ പഴയ പുസ്തകത്തിൽ നിന്ന് ധ്യാന ശ്ലോകവും കൂടി ഒന്ന് വായിച്ചിട്ട്, ആ പഠിച്ചിടത്തോളം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം എടുക്കാം. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് ഓർക്കാൻ വേണ്ടി. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യമ ചരിതത്തിലെ 2-ാം അധ്യായം. 2-ാം അധ്യായം, അതായത് ദേവീ മാഹാത്മ്യത്തിലെ 3-ാം അധ്യായം, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം നമ ചണ്ഡികായൈ. അഥ തൃതീയോധ്യായഃ മഹിഷാസുരവധഃ. ധ്യാനം. ഓം ഉദ്യദ്ഭാനുസഹസ്ര കാന്തിമരുണക്ഷൗമാം ശിരോമാലികാം രക്താലിപ്തവയോധരാം ജപവടീം വിദ്യാമഭീതിം വരം ഹസ്താബ്ജൈർദധതീം ത്രിനേത്രവിലസദ്വക്ത്രാരവിന്ദശ്രിയം ദേവീം ബദ്ധഹിമാംശുരത്നമുകുടാം വന്ദേ അരവിന്ദസ്ഥിതാം എന്ന ധ്യാന ശ്ലോകം. ഇനി ശ്ലോകങ്ങൾ വായിക്കാം. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഋഷിരുവാച. നിഹന്യമാനം തത്സൈന്യം അവലോക്യ മഹാസുരഃ സേനാനീ ചിക്ഷുരകോപായയൗ യോദ്ധുമഥാംബികാം സാ ദേവീം ശരവർഷേണ വവർഷ സമരേ അസുരഃ യഥാ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയതഃ തസ്യ ഛിത്വാ തതോ ദേവീ ലീലയൈവ ശരോൽക്കരാൻ ജഘാനതുരകാൻ ബാണൈരന്താരം ചൈവ വാജിനാം ചിച്ഛേദജ ധനുസ്സദ്യോ ധ്വജം ചാതിസമുച്ഛ്രിതം വിവ്യാധ ചൈവ ഗാത്രേഷു ഛിന്നധന്വാനമാശുഗൈഃ സാ ഛിന്നധന്വാ വിരഥോ ഹതാശ്വോ ഹതസാരഥിഃ അഭ്യതാവദതാം ദേവീം ഖഡ്ഗചർമ്മധരാസുരഃ സിംഹമാഹത്യ ഖഡ്ഗേന തീക്ഷ്ണധാരേണ മൂർധനി ആജഘാനഭുജേ സവ്യേ ദേവീമപ്യതിവേഗവാൻ തസ്യാ ഖഡ്ഗോ ഭുജം പ്രാപ്യ പഫാല നൃപനന്ദന തതോ ജഗ്രാഹശൂലം സ കോവാദരുണലോചനഃ ചിക്ഷേപ ച തതസ്തസ്തു ഭദ്രകാള്യ മഹാസുരഃ ജാജ്വല്യമാനം തേജോഭി രവിബിംബമിവാംബരാത്. ഇവിടെ വരെയാണ് പഠിച്ചത്. അതിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മളുടെ 44-ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. 43 ദിവസം കഴിഞ്ഞു. അധ്യായം 3 ആയിട്ടുള്ളൂ. അപ്പോൾ സുമേധസ് എന്ന മഹർഷി സുരഥനോടും വൈശ്യനോടുമായി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ മാഹാത്മ്യത്തെപ്പറ്റി. അപ്പോൾ മഹിഷാസുരൻ്റെ പ്രസിദ്ധ സേനാനായകനായ ചിക്ഷുരൻ
ആദ്യം ദേവിയോട് യുദ്ധത്തിന് വന്നു. അസുര സൈന്യം മുഴുവനും കൊല്ലപ്പെട്ടതായി കണ്ടിട്ട് കോപിഷ്ഠനായി സ്വയം ദേവിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ആ ചിക്ഷുരൻ കാർമേഘ പടലങ്ങൾ മേരുപർവ്വത ശൃംഗങ്ങളിൽ ജ്വലബിന്ദുക്കൾ ധാരധാരയായി വർഷിക്കാറുള്ളത് പോലെ ചിക്ഷുരൻ എന്ന അസുര സേനാനായകൻ ദേവീ ശരീരത്തിൽ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ദേവിയോട് അസ്ത്രങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു. അവൻ്റെ ശരസമൂഹങ്ങളെ ദേവി തൻ്റെ ബാണങ്ങളെ കൊണ്ട് യാതൊരു പ്രയാസവും കൂടെ ലീലയൈവ, അതാണ് യാതൊരു പ്രയാസവുമില്ലാതെ ഈസിയായിട്ട് മുറിച്ചു കളഞ്ഞു. കുതിരകളെയും കുതിരകളെ നയിച്ചിരുന്ന സാരഥിയെയും കൊന്നു. ദേവി ആ മഹാസുരൻ്റെ വില്ല് എത്രയും വേഗത്തിൽ മുറിച്ചു. അത്യുന്നതമായി നിന്നിരുന്ന കൊടിമരത്തെയും മുറിച്ചു കളഞ്ഞു. പിന്നെ വില്ല് മുറിഞ്ഞു നിൽക്കുന്ന അവൻ്റെ എല്ലാ അവയവങ്ങളിലും ദേവി ബാണങ്ങൾ എയ്ത് വേദനയുണ്ടാക്കി. തൻ്റെ വില്ല് മുറിയുകയും കുതിരകളും സാരഥിയും മരിക്കുകയും ചെയ്ത ശേഷം തേരുപേക്ഷിച്ച് വാളും പരിചയും കയ്യിലേന്തിക്കൊണ്ട് ചിക്ഷുരൻ ദേവിയെ നോക്കി പാഞ്ഞു വന്നു. ചിക്ഷുരൻ തൻ്റെ കയ്യിലിരുന്ന ഏറ്റവും മൂർച്ചയേറിയ വാൾ കൊണ്ട് ദേവിയുടെ വാഹനമായിരുന്ന സിംഹത്തിൻ്റെ തലയിലും ദേവിയുടെ ഇടത്തെ കയ്യിലും ആഞ്ഞുവെട്ടി. സവ്യേ ഭുജം എന്ന് പറഞ്ഞു. അപ്പം ഇടത്തെ കയ്യിലും ആഞ്ഞുവെട്ടി. അല്ലയോ രാജപുത്രനായ സുരത രാജാവേ, കഥ തുടരുവാണ്. ആ വാൾ ദേവിയുടെ കയ്യിലേറ്റപ്പോൾ അതിൻ്റെ വായ്ത്തല തിരിഞ്ഞു മടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ചളുങ്ങിപ്പോയി എന്നർത്ഥം. അത്രയ്ക്ക് ശക്തിയായിരുന്നു ദേവിയുടെ കൈക്ക്. പെട്ടെന്ന് കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി ആ അസുരൻ ശൂലത്തെ എടുത്തു. ആ ശൂലം തേജസ് കൊണ്ട് ജ്വലിച്ചു കൊണ്ടിരുന്ന മറ്റൊരു ആദിത്യമണ്ഡലമാണോ എന്ന് സംശയിക്കുന്നത് പോലെയുള്ള അത്ര ജ്വലിക്കുന്ന ആ ശൂലത്തെ ദേവിയുടെ നേരെ പ്രയോഗിച്ചു. ആ മഹാസുരൻ്റെ ശൂലം തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് പിന്നെ എന്തുണ്ടായി എന്നാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ആ ശൂലത്തെ ദേവിയുടെ നേർക്ക് എറിഞ്ഞു. അത് ആകാശത്തിൽ സൂര്യബിംബം പോലെ തിളങ്ങി എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് അല്ലേ. രവിബിംബം ഇവ അമ്പരാത്, അമ്പരം ആകാശം. അപ്പം രവിബിംബം പോലെ ആകാശത്ത് കാണപ്പെട്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ബാക്കി വായിക്കാം. അപ്പം ആദ്യം ഞാൻ ബാക്കിയും വായിക്കുന്നത് പഴയ പുസ്തകത്തിലെയാണ്, ശ്രദ്ധിക്കുക. ദൃഷ്ട്വാ തഥാവതശൂലം ദേവീ ശൂലമമുഞ്ചത തേന തത്സതതാനീതം ശൂലം സച മഹാസുരഃ ഹതേ തസ്മിൻ മഹാവീര്യെ മഹിഷസ്യ ചമൂപതൗ ആജഗാമഗജാരൂഢഃ ചാമരസ്തൃതശാർദനഃ സോഭിശക്തി മുമോചാഥ ദേവ്യാസ്താമംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ പാദയാമാസ നിഷ്പ്രഭാം ഭഗ്നാം ശക്തി നിപതിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേവ ചാമരശൂലം ബാണൈസ്തദഭിസാച്ഛിനത് തതസിംഹസമുൽപത്യ ഗജകുംഭാന്തരസ്ഥിതഃ ബാഹുയുദ്ധേന യുയുധേ തേനോച്ചൈസ്തൃതശാരിണ യുധ്യമാനൗ തതസ്ഥൗ തസ്മാന്നാഗാന്മഹീംഗതൗ യുയുധാതേതി സംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. ഇത്രയും മതി. 5 ശ്ലോകം ധാരാളം. അപ്പോൾ അത് ദൃഷ്ട്വാ തഥാ ആപതത് ശൂലം ദേവി ശൂലം അമുഞ്ചത തേന തത് ശതഥാ നീതം ശൂലം സച മഹാസുരഃ ഹതേ തസ്മിൻ മഹാവീര്യെ മഹിഷസ്യ ചമുപതൗ ആജഗാമ ഗജാരൂഢഃ ചാമരഃ ധൃതശാർദനഃ സഹ അപി ശക്തിം മുമോച അഥ ദേവ്യാഃ താം അംബികാ ദ്രുതം ഹുങ്കാരഃ അഭിഹതാം ഭൂമൗ പാദയാമാസ നിഷ്പ്രഭാം ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ
ക്രോധസമന്വിതഃ ചിക്ഷേപ ചാമരഃ ശൂലം ബാണൈഃ തദപി സാ അച്ഛിനത് ബാണൈഃ തത് അപി സാ അച്ഛിനത് തതഃ സിംഹഃ സമുത്പത്യ ഗജകുംഭാന്തരസ്ഥിതഃ ബാഹുയുദ്ധേന യുയുധേ തേന ഉച്ചൈഃ ത്രിദശാരിണ തേനോച്ചൈസ്ത്രിദശാരിണ യുധ്യമാനൗ തതഃ തൗ തു തസ്മാത് നാഗാത് മഹീം ഗതൗ യുയുധാതെ അതിസംരബ്ധൗ പ്രഹാരൈഃ അതിദാരുണൈഃ. ഇനി ഒന്നിച്ച് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഒന്നും കൂടി വായിക്കാം. ദൃഷ്ട്വാ തദാപതച്ഛൂലം ദേവീ ശൂലമമുഞ്ചത തഥാ ആപതത് ശൂലം തഥാപതശൂലം. ഇച്ഛ ചായും ഇച്ഛായും കൂടെ വരും. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ ഇച്ഛൂലം എന്നായി. തഥ ശൂലം എന്ന് വന്നപ്പം തഥാപതശൂലം ശൂലം അമുഞ്ചത ശൂലമമുഞ്ചത ശൂലമമുഞ്ചത തേന തത് ശത തത് ശത ശതത എന്ന് പറഞ്ഞാൽ 100 കഷ്ണങ്ങളായിട്ട് 100 ഇതായിട്ട് പീസായിട്ട്. അപ്പം തത് ശതഥ നീതം ശൂലം സച മഹാസുര. അവിടെ ചമൂപതൗ ആജഗാമ ഗജാരൂഢഃ ചാമരഃ ത്രിദശാർദ്ദനഃ ചാമരസ്ത്രിദശാർദ്ദനഃ സഹാപി മുമോചാഥ ദേവ്യാഃ താം അംബിക ദ്രുതം ദേവ്യാസ്താമംബിക ദ്രുതം ഒന്നിച്ച് ദേവ്യാസ്താമംബിക ദേവ്യാഃ താം അംബിക ദേവ്യാസ്താമംബിക ഭൂമൗ പാതയാമാസ നിഷ്പ്രഭാം ഭക്താം ശക്തിം നിപതിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപ ചാമരഃ ശൂലം ബാണൈഃ തത് അപി ബാണൈസ്തദപി സാ അച്ഛിനത് സാച്ഛിനത് തഥാ സിംഹ സമുത്പത്യ ഗജകുംഭ അന്തരസ്ഥിത ബാഹുയുദ്ധേന യുയുധേ തേന ഉച്ചൈഃ ത്രിദശാരിണ തേനോച്ചൈസ്ത്രിദശാരിണ യുധ്യമാനൗ തതഃ തൗ തു തതസ്തൗ തു തതഃ തൗ തു അതാകട്ടെ തസ്മാത് നാഗാത് മഹീം തസ്മാന്നാഗാൻ മഹീം ഗതൗ യുയുധാതെ അതിസംരബ്ധൗ പ്രഹരൈഃ അതിദാരുണൈഃ പ്രഹാരൈരതിദാരുണൈഃ. ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ. ഒന്നും കൂടി വായിക്കാം. ദൃഷ്ട്വാ തദാപതച്ഛൂലം ദേവീ ശൂലമമുഞ്ചത തേന തസ്തഥാ നീതം ശൂലം സച മഹാസുരഃ ഹതേ തസ്മിൻ മഹാവീര്യെ महिषस्य चमूपतौ आजगामगजारूढः चामरस्त्रिदशार्दनः सोऽपि शक्तिमुमोचाथ देव्यास्तामम्बिकाद्रुतं हुङ्गाराभिहतां भूमौ पादयामास निष्प्रभां भक्नां शक्तिं निबदितां दृष्ट्वा क्रोधसमन्वितः चिक्षेप चामरशूलं बाणैस्तदपि साच्छिनद ततः सिंहसमुत्पत्य गजकुम्भान्तरस्थितः बाहुयुद्धेन युयुधे तेनोच्चैस्त्रिदशारिणाम् युध्यमानौ ततस्थौ तु तस्मान्नागान्महीं गतौ युयुधातेति संरब्धौ പ്രഹാരൈരതിദാരുണൈഃ. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കി പഠിക്കാം. ദൃഷ്ട്വാ
ദൃഷ്ട്വാ തഥാ അപ്പോൾ ആപതഃ ശൂലം ദൃഷ്ട്വാ തഥാ ആപതഃ ശൂലം ദേവീ ശൂലമമുഞ്ചത. അപ്പോൾ ആ കഴിഞ്ഞ ശ്ലോകത്തിൽ ചിക്ഷേപച തതസ്തസ്തു ഭദ്രകാളിയ മഹാസുരഹ ജാജ്വല്യമാനം തേജോഭിരബിംബം, ആകാശത്ത് നിന്ന് സൂര്യബിംബം പോലെ വന്ന ആ ശൂലത്തെ കണ്ടിട്ട് തഥാ അപ്പോൾ ആപതഃ ശൂലം, ആ ശൂലം വരുന്നത് കണ്ടിട്ട് ദേവി എന്ത് ചെയ്തു? ദേവി ശൂലമമുഞ്ചത, ദേവിയുടെ ശൂലത്തെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശൂലം പ്രയോഗിച്ചു. തത് ശൂലം, ആ ശൂലം ശതഥാതേന, ഇവിടെ പാഠഭേദമുണ്ട്. ചില പുസ്തകങ്ങളിൽ തച്ഛൂലം ശതഥ എന്നൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയോ കുറവും കൂടുതലൊക്കെ കാണും, പക്ഷെ അർത്ഥമെല്ലാം ഒന്ന് തന്നെയാണ്. പഴയ ചില പുസ്തകത്തിൽ ശൂലം സച മഹാസുര തേന തച്ഛതഥ നീതം ശൂലം സച മഹാസുരക തേന ശൂലേന നിർഭിന്നോ നിപപാതമഹീതലെ എന്ന് ചില പുസ്തകത്തിൽ. ചിലതിൽ ഇത്രയേ ഉള്ളൂ, ദൃഷ്ട്വാ തഥാപതച്ഛൂലം ദേവീശൂലമമുഞ്ചത തച്ഛൂലം ശതഥാ തേന നീതം സച മഹാസുര, ഇത്രയേ ഉള്ളൂ. അപ്പം ദൃഷ്ട്വ കണ്ടിട്ട്, എന്ത് കണ്ടിട്ട്? ആ ചിക്ഷുരൻ എന്ത് ചെയ്തു? അവൻ്റെ ശൂലത്തെ എറിഞ്ഞു. ആ ശൂലമാകട്ടെ ആകാശത്ത് തിളങ്ങുന്ന സൂര്യബിംബം പോലെ തിളങ്ങി. അത് കണ്ടിട്ട് ദേവി തൻ്റെ ശൂലത്തെ എറിഞ്ഞു. അതാണ് ദേവീ ശൂലമമുഞ്ചത. ദേവി തൻ്റെ ശൂലത്തെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. തത് ശൂലം തച്ഛൂലം എന്ന്. ശതഥാതേന, ശതഥ അത് 100 കഷ്ണങ്ങളായി മുറിഞ്ഞു. ശതഥ. അപ്പം ആ ശൂലം വരുന്നത് കണ്ടിട്ട് ദേവി തൻ്റെ ശൂലത്തെ പ്രയോഗിച്ചു. തൻ്റെ ശൂലം ചെന്ന് അവൻ്റെ ശൂലത്തെ 100 കഷ്ണങ്ങൾ, ശതം എന്ന് പറഞ്ഞാൽ 100, ശതഥ എന്ന് പറഞ്ഞാൽ 100 കഷ്ണങ്ങളാക്കി. തേന നീതം സച മഹാസുര, തേന ശൂലം ആപതത, അവൻ്റെ ശൂലം പതിച്ചു. എവിടെ പതിച്ചു? ഭൂമിയിൽ പതിച്ചു. അതായത് ശൂലത്താൽ പിളർക്കപ്പെട്ട്. അപ്പം ദേവി തൻ്റെ ശൂലത്തെ വിട്ട് കഴിഞ്ഞപ്പം ദേവിയുടെ ശൂലം ചെന്ന് അവൻ്റെ ശൂലത്തെ 100 കഷ്ണങ്ങളാക്കി മുറിച്ചു. എന്നിട്ടോ നീതം സച മഹാസുര, നീതം എന്ന് പറഞ്ഞാൽ നയിച്ചു. അവനും എന്നുള്ള അർത്ഥമാണ് ചായ അവിടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവനും ആ മഹാസുരനും ഭൂമിയിൽ പതിച്ചു. അത് രണ്ടുപേരെയും ദേവിയുടെ ശൂലം ചെന്ന് 2 പേരെയും മുറിച്ച് താഴെ ഇട്ടു. ദൃഷ്ട്വാ തഥാപതച്ഛൂലം ദേവീ ശൂലമമുഞ്ചത തച്ഛൂലം ശതഥാ തേന തത് ശൂലം തച്ഛൂലം ശതഥാ തേന നീതം സച മഹാസുരഃ. നീതം എന്ന് പറഞ്ഞാൽ നയിച്ചു. എങ്ങോട്ട്? ദേവിയുടെ ശൂലം ചെന്ന് എങ്ങനെയാണോ അവൻ്റെ ശൂലത്തെ 100 കഷ്ണമാക്കിയത്, അല്ല ദേവി അവനെയും കൂടെ ഭൂമിയിൽ പതിപ്പിച്ചു. അപ്പോൾ അവനും ഭൂമിയിൽ പതിച്ചു എന്ന് അർത്ഥം. ദൃഷ്ട്വാ തഥാപതച്ഛൂലം ദേവീ ശൂലമമുഞ്ചത തച്ഛൂലം ശതഥാ തേന നീതം സച മഹാസുരഃ. ആ മഹാസുരൻ്റെ ശൂലം തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് ഭഗവതി തൻ്റെ ത്രിശൂലത്തെ പ്രയോഗിച്ചു. അതുകൊണ്ട് അവൻ്റെ ശൂലം 100 കഷ്ണങ്ങളായി മുറിഞ്ഞു എന്ന് മാത്രമല്ല, ആ ശൂലമേറ്റ് വിളർക്കപ്പെട്ടവനായി ആ മഹാസുരൻ ഭൂതലത്തിൽ പതിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം. ഹതേ തസ്മിൻ മഹാവീര്യെ മഹിഷസ്യ ചമോപതൗ ആജകാമഗജാരൂഢഃ ചാമരസ്തൃതശാർദനഃ.
തസ്മിൻ മഹാവീര്യേ ഹതേ, ആ മഹാവീര്യനെ കൊന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ആ വീരനായ ആ ചിക്ഷുരനെ കൊന്നത് കണ്ടിട്ട് മഹിഷസ്യ ചമൂപതവും, ചമു എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, പതവ് എന്ന് പറഞ്ഞാൽ പതി, അതായത് ചമു ഒരു സംഖ്യയാണ്, ഇത് സേനയാണ്, കുറേ അധികം സേനകളുമായി ചമുപതവ്, പതി എന്ന് പറഞ്ഞാൽ സേനാപതി. അപ്പോൾ സേനകളും സേനാപതിയായ ചാമരൻ എന്ന അസുരനും വന്നു. എങ്ങനെയാണ് വന്നതവൻ? മഹിഷസ്യ, മഹിഷൻ്റെ സേനാപതിയായി ചാമരഹ നാമ മഹാസുരൻ ആജഗാമ ഗജാരൂഢ. എങ്ങനെയാണ് ആഗമിച്ചത്? ഗജാരൂഢ, ഗജമാന, ആരൂഢൻ എന്ന് പറഞ്ഞാൽ ആനയുടെ പുറത്ത് കയറി വന്നു ചേർന്നു. ആജഗാമ, ആവിർഭവിച്ചു, അല്ലെങ്കിൽ ആഗമിച്ചു എന്നാണ് ശരിക്കുള്ള വാക്ക്, ആഗമിച്ചു. അപ്പം ആ അസുരനെ കൊന്നത് കണ്ട് സേനാപതിയായ ചാമരൻ എന്ന അസുരൻ ഈ ത്രിദശന്മാരെ അർദ്ദനം ചെയ്യാനായിട്ട്, അതായത് ദേവന്മാരെ ഉപദ്രവിക്കാനായിക്കൊണ്ട് ആനപ്പുറത്ത് കയറി വന്നു എന്നർത്ഥം. ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപതൗ ആജഗാമ ഗജാരൂഢഃ ചാമരസ്ത്രിദശാർദ്ദനഃ. ഇവിടെ ഒരു സംഖ്യയാണ് ഈ ചമു എന്ന് പറയുന്നത്. അതായത് ആയുധം 10,000, സഹസ്രം 1000, ശതം 100 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പം ആയുധം എന്ന് പറഞ്ഞാലോ 10,000 × 10,000 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയാണ് ഈ ചമു. അതിൻ്റെ പതി, ആ ചമു എന്ന് പറയുന്ന സേനയുടെ പതി, സേനാപതി, അതാണ് ചമൂപതവ്. അപ്പം ആ സേനാപതിയായി ചാമരൻ എന്ന മഹാസുരൻ ആ മഹിഷൻ്റെ സേനാപതിയാണ് ഈ ചാമരൻ. ത്രിദശാർദ്ദനഃ, ത്രിദശന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. എന്തുകൊണ്ടാണ് അവരെ ദേവന്മാരെ ത്രിദശന്മാരെന്ന് പറയുന്നത്? 3 ദശകളില്ല അവർക്ക്. ഏതൊക്കെ? ബാല്യം, കൗമാരം, വാർദ്ധക്യം അവർക്കില്ല. ആകെ 4 ദശയാണ് ഉള്ളത് ജീവിതത്തിൽ. ഒന്ന് കൗമാരം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അല്ലേ? അതിൽ യൗവനം മാത്രമേ ഉള്ളൂ ദേവന്മാർക്ക്. മറ്റ് 3 ദശകളും ഇല്ലാത്തത് കൊണ്ട് ദേവന്മാരെ ത്രിദശന്മാരെന്ന് പറയുന്നു. അപ്പോൾ ആ ത്രിദശന്മാരെ ഉപദ്രവിക്കാനായിക്കൊണ്ട് ചാമരൻ വന്നു. ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപതൗ ആജഗാമ ഗജാരൂഢഃ ചാമരസ്ത്രിദശാർദ്ദനഃ. ചിക്ഷുരൻ എന്ന സേനാനായകനായ അസുരനെ ഭഗവതി നിഗ്രഹിച്ചതായി അറിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് ചാമരൻ എന്ന അതിവീര്യനായ, അല്ലെങ്കിൽ ഭയങ്കരനായ മഹാസുരൻ ആനയുടെ പുറത്ത് കയറി, ഗജ ആരൂഢം, ഗജം ആനയാണ്, ആരൂഢം എന്ന് പറഞ്ഞാൽ ആനയുടെ പുറത്തിരിക്കുന്നവനായിട്ട്, ആരൂഢം ചെയ്തവനായിട്ട് ആനപ്പുറത്ത് കയറി ദേവിയോട് യുദ്ധത്തിന് തയ്യാറായി ചെന്നു. ഈ അസുരൻ ദേവന്മാരെ അർദ്ദനം ചെയ്യുക, ദേവന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപതൗ ആജഗാമ ഗജാരൂഢഃ ചാമരസ്ത്രിദശാർദ്ദനഃ. അടുത്ത ശ്ലോകം സോപി, സഹ അഭിയാണ് ഈ സോപിയായി മാറിയത്. സോപി ശക്തി മുമോജാഥ ദേവ്യാസ്താമംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ പാദയാമാസ നിഷ്പ്രഭാം. അപ്പം ദേവി എന്തു ചെയ്തു? അവൻ ഈ ചാമരൻ ദേവിയുടെ നേരെ ആനയുടെ പുറത്ത് കയറി വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ ശക്തി മുമോചാത, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ശക്തി മുമോച, ശക്തിയെ എറിഞ്ഞു. ശക്തി എന്ന് പറഞ്ഞാലോ വേല്. അപ്പോൾ അവൻ ഒരു വേലെടുത്തെറിഞ്ഞു ദേവിയുടെ നേരെ. അപ്പോൾ ദേവ്യാഹ
താം അംബിക ദേവിയായ ആ ദേവി എന്തു ചെയ്തു? ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ദ്രുതം ഹുങ്കാരാഭിഹത, ഹുങ്കാരം, ഒരു എന്നൊരു ശബ്ദം ദേവി ഉണ്ടാക്കി. ആ ശബ്ദം കൊണ്ട് അവൻ മരിച്ച് ഭൂമിയിൽ വീണു. ഭൂമൗ പാതയാമാസ, ഭൂമിയിൽ പതിച്ചു. അപ്പോൾ ആ വേലിൻ്റെ ശക്തിയെ നിഷ്പ്രഭാം എന്ന് ലാസ്റ്റുണ്ട്. അപ്പം നിഷ്പ്രഭമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തിയൊക്കെ നശിപ്പിച്ച് ആ വേലും അവനും കൂടെ ഭൂമിയിൽ പതിച്ചു. രണ്ടുപേരെയും ഭൂമിയിൽ പതിപ്പിച്ചു, ആ വേലിനെയും ആ ചാമരനെയും. അപ്പോൾ സോഭിശക്തി മുമോജാഥ ദേവ്യാസ്താം അംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ പാതയാമാസ നിഷ്പ്രഭാം. അവനും സോപി, അതാണ് സോപി എന്ന് പറഞ്ഞത്, സഹാബി, അവനും ശക്തിമുമോജാത, ദേവിയുടെ നേരെ അവൻ തൻ്റെ വേൽ പ്രയോഗിച്ചു. ദേവി ഹുങ്കാരപ്രയോഗം കൊണ്ട് മാത്രം അതിനെ തേജോഹീനമാക്കി ഭൂമിയിൽ വീഴിച്ചു. ദേവി ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ആ വേല് താഴെ വീണു. അതിൻ്റെ വീര്യവും പോയി, അതിൻ്റെ പ്രഭയൊക്കെ നശിച്ചു. എന്നിട്ട് അതിനെ താഴെ വീഴിച്ചു. ഭൂമൗ, ഭൂമിയിൽ എന്നർത്ഥം. സോഭിശക്തി മുമോചാഥ ദേവ്യാസ്താം അംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ, ഹതാം എന്ന് പറഞ്ഞാൽ കൊന്നു എന്നർത്ഥം. ഭൂമൗ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, പാതയാമാസ എന്ന് പറഞ്ഞാൽ വീണു, നിഷ്പ്രഭാം നിഷ്പ്രഭമാക്കി. അടുത്ത ശ്ലോകം. ഭഗ്നാം ശക്തി നിബദിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപ ചാമരശൂലം ബാണൈസ്തദഭിസാച്ചിനത്. ഭഗ്നാം, ഭഗ്നാം എന്ന് പറഞ്ഞാൽ ഭഞ്ജിക്കപ്പെട്ട അല്ലെങ്കിൽ ഒടിഞ്ഞ എന്നൊക്കെ അർത്ഥം. ആ ഒടിഞ്ഞ ശക്തി, ശക്തി എന്ന് പറഞ്ഞാൽ വേല്, ആ ഒടിഞ്ഞ വേലിനെ, അത് നിബദിത വീണത്, ദൃഷ്ട്വ കണ്ടിട്ട്, ആ വേല് ഒടിഞ്ഞ് താഴെ വീണത് കണ്ടിട്ട്, ക്രോധസമന്വിത ക്രോധത്തോടു കൂടി, സമന്വിത എന്ന് പറഞ്ഞാൽ അന്വിത കൂടെ, സമന്വിത എന്ന് പറഞ്ഞാൽ സമ്യക്കായി കൂടെ, ചിക്ഷേപ ചാമരഹ ശൂലം, പെട്ടെന്ന് ആ ചാമരൻ എന്തു ചെയ്തു? തൻ്റെ ശൂലത്തെ എറിഞ്ഞു. ചാമരൻ ചിക്ഷേപനെ എറിഞ്ഞു, ശൂലത്തെ വീണ്ടും എറിഞ്ഞു. അപ്പം എന്തുണ്ടായി? ബാണൈഹി തത് അഭിസാച്ചിനത്. അപ്പം ദേവി എന്തു ചെയ്തു? അവൻ വേലെറിഞ്ഞു, ആ വേലിനെ പൊട്ടിച്ച് താഴെ ഇട്ടു. അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അവനൊരു ശൂലം എടുത്തെറിഞ്ഞു ദേവിയുടെ നേരെ. ദേവിയാകട്ടെ ആ ശൂലത്തെയും തൻ്റെ ബാണങ്ങൾ കൊണ്ട്, അതിനെയും ദേവി, ആ ശൂലത്തെയും ദേവി തൻ്റെ ബാണങ്ങൾ കൊണ്ട് അച്ചിനത് എന്ന് പറഞ്ഞാൽ എന്താ? ഛേദിച്ചു. ആ വേലിനെയും മുറിച്ച് കളഞ്ഞു ദേവി. അപ്പം എന്താ ഉണ്ടായേ? ഭഗ്നാം ശക്തി നിബദിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപ ചാമരശൂലം ബാണൈസ്തദഭിസാച്ചിനത്. തൻ്റെ മേൽ നിഷ്പ്രയോജനമായി തീർന്നു എന്ന് കണ്ടപ്പോൾ, എന്ത്? ആ വേല് തൻ്റെ നേരെ വന്നു, അത് നിഷ്പ്രയോജനമായി എന്ന് കണ്ടപ്പോൾ ചാമരന് ഭയങ്കര കോപമുണ്ടായി. ആ ദേവിയുടെ നേരെ വീണ്ടും അവൻ ശൂലത്തെ പ്രയോഗിച്ചു. ആ ദേവിയാകട്ടെ അതിനെയും തൻ്റെ ബാണങ്ങൾ പ്രയോഗിച്ച് മുറിച്ച് കളഞ്ഞു, ഛേദിച്ച് കളഞ്ഞു എന്നർത്ഥം. ഭഗ്നാം ശക്തി നിബദിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപ ചാമരശൂലം, ചിക്ഷേപം എന്ന് പറഞ്ഞാൽ ക്ഷേപിച്ചു, എറിഞ്ഞു എന്നർത്ഥം. ശൂലം ബാണൈസ്തദഭിസാച്ചിനത്, ദേവി അതിനെയും മുറിച്ച് കളഞ്ഞു. അടുത്ത ശ്ലോകം. തതസിംഹസമുത്പത്യ ഗജകുംഭാന്തരേ സ്ഥിതഃ ബാഹുയുദ്ധേന യുയുധേ തേനോച്ചൈസ്തൃതശാരിണ തതഃ അനന്തരം
സിംഹ സമുത്പത്യ, ആ സിംഹമാകട്ടെ കുതിച്ച് ചാടി, സമുത്പത്യ, ഉത്പത്യ എന്ന് പറഞ്ഞാൽ ചാടുക. അപ്പോൾ കുതിച്ച് ചാടി ഗജകുംഭാന്തരേ സ്ഥിത, ആ ചാമരൻ്റെ ആനയുടെ പുറത്ത് കയറി അങ്ങ് ഇരുന്നു. ആ ആനയുടെ കുംഭാന്തരേ എന്ന് പറഞ്ഞാൽ മസ്തകത്തിൽ, ഗജകുംഭാന്തരേ എന്ന് പറഞ്ഞാൽ ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ സ്ഥിത ഇരുന്നു. എന്നിട്ടോ ബാഹുയുദ്ധേനായുയുദ്ധേ, യുദ്ധം ആരംഭിച്ചു. എങ്ങനെ? ബാഹു, കൈകൾ കൊണ്ട് യുദ്ധം ആരംഭിച്ചു. അതായത് ദ്വന്ദ്വയുദ്ധം തുടങ്ങി. തേന ഉച്ചൈ ശ്രുതശാരിണ, അപ്പോൾ അതും എന്തിനാണ്? ആ ത്രിദശന്മാരെ, ദേവന്മാരെ ഉപദ്രവിക്കാനായിക്കൊണ്ട് ആ സിംഹം, ദേവിയുടെ ആ സിംഹം, ദേവിയുടെ വാഹനമായ സിംഹം കുതിച്ച് ചാടി ആനപ്പുറത്ത് കയറി, ചാമരൻ്റെ ആനപ്പുറത്ത് കയറിയിരുന്ന് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ചാമരനോട് ദ്വന്ദ്വയുദ്ധം ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? അതെന്തിനാ അങ്ങനെ ചെയ്തത്? ദേവന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അത് ഇതുകൊണ്ട്. അപ്പോൾ ദ്വന്ദ്വയുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. യുദ്ധ്യമാനൗ തതസ്തൗതു തസ്മാന്നാഗാൻ മഹീംഗതൗ യുയുധാതേ അതിസംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. യുദ്ധ്യമാനൗ, അപ്പം തഥാ സിംഹം അറിഞ്ഞില്ലല്ലേ? തതഃ സിംഹസമുത്പത്യ ഗജകുംഭാന്തരസ്ഥിത ബാഹുയുദ്ധേന യുയുധേ തേനോച്ചൈ ശ്രുതചാരിണാം. അനന്തരം ദേവിയുടെ വാഹനമായ സിംഹം ഭൂമിയിൽ നിന്നും മേലോട്ട് കുതിച്ച് ചാടി ചാമരൻ്റെ വാഹനമായ ആനയുടെ മസ്തകത്തിൻ്റെ മേലിരുന്നു. കൈകളെ കൊണ്ട് ആ മഹാസുരനോട് ശക്തിയായി യുദ്ധം ചെയ്തു. യുദ്ധ്യമാനൗ തതസ്തൗതു, ഇവിടെ ഔ ഔ ഔ എന്ന് പറയുന്ന ആ രണ്ടുപേരും, ചാമരനും സിംഹവും രണ്ടുപേരും തസ്മാത് നാഗാത് മഹീം, അതായത് തസ്മാത് ആ ആനയുടെ മുകളിൽ നിന്ന്, നാഗം എന്നാണ് ഇവിടെ ആനയുടെ പേര്, ആനയുടെ പര്യായമാണ് നാഗം. അകം നാഗം, അതായത് പാമ്പ്. നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അതിങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് ഭൂമിയിൽ കൂടെ പോകുന്നില്ലേ? അപ്പം ഈ ഇങ്ങനെ എഴഞ്ഞു പോകാത്തതാണ് നാഗം, അതാണ് നാഗം, അതാന. മഹീം ഗതൗ, മഹീം ഭൂമിയിൽ വീണു, ഗതൗ ഗമിച്ചു. യുയുധാതെ അതിസംരബ്ധവും, അപ്പോൾ അതിസംരബ്ധൗ എന്ന് പറഞ്ഞാൽ ദേവി യുദ്ധം ചെയ്തു. അപ്പോൾ ഭയങ്കരമായ കോപത്താൽ പ്രഹാരൈരതിദാരുണൈഃ, പ്രഹരിച്ചു കൊണ്ടിരുന്നു. ആ ആനയുടെ മുകളിൽ കയറിയിരുന്ന സിംഹവും ചാമരനുമായിട്ട് ഭയങ്കരമായ യുദ്ധം നടന്നു എന്ന്, അതിദാരുണമായ യുദ്ധം ചെയ്തു എന്നർത്ഥം. ആനപ്പുറത്തിരുന്നപ്പോൾ എങ്ങനെയാ? യുദ്ധ്യമാനൗ തതസ്തൗതു തസ്മാന്നാഗാൻ മഹീംഗതൗ യുയുധാതേതി സംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. ആനപ്പുറത്തിരുന്ന് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന അവരിരുവരും, അതാണ് ഔ ഔ ഔ എന്ന് പറയുന്ന ദ്വിവചനം, ഭൂമിയിൽ വീണു. അവിടെയും അവർ ഏറ്റവും അടുത്തുകൂടി അതിഭയാനകമായ വിധം അന്യോന്യം പ്രഹരമേൽപ്പിച്ചു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിടിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. അപ്പോൾ ആദ്യം മുതൽ ഒന്നും കൂടി വായിക്കാൻ, എന്നിട്ടൊന്നിച്ച് അർത്ഥം പറയാം. ദൃഷ്ട്വാ തഥാവതച്ഛൂലം ദേവീശൂലം അമുഞ്ചത തച്ഛൂലം ശതഥാ തേന നീതം സച മഹാസുരഃ. പാഠഭേദങ്ങളുള്ളത് ഈ പുസ്തകത്തിലുള്ള പോലെ ആയിരിക്കില്ല നിങ്ങളുടെ പുസ്തകത്തിൽ. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നോ അതുപോലെ വായിക്കുക. അർത്ഥമെല്ലാം ഒന്ന് തന്നെയാണ്. ഹതേ തസ്മിൻ മഹാവീര്യെ മഹിഷസ്യ ചമോപതൗ ആജകാമഗജാരൂഢഃ ചാമരസ്ത്രിദശാർദ്ദനഃ സോഭിശക്തി മുമോചാഥ ദേവ്യാസ്താമംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ പാതയാമാസ നിഷ്പ്രഭാം ഭഗ്നാം ശക്തിം നിബദിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപച്ചാമരശൂലം ബാണൈസ്തത വിസാച്ഛിനത് തതസിംഹസമുത്പത്യ
ഗജകുംഭാന്തരേ സ്ഥിതഃ ബാഹുയുദ്ധേന യുയുധേ തേനോച്ചൈസ്തൃതചാരിണാം യുധ്യമാനൗ തതസ്തൗതോ തസ്മാന്നാഗാൻ മഹീംഗതൗ യുയുധാതേതി സംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. ഇവിടെ ആ മഹാസുരൻ്റെ ശൂലം തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് ദേവി തൻ്റെ തൃശൂലത്തെ പ്രയോഗിച്ചു. അതുകൊണ്ട് അവൻ്റെ ശൂലം 100 കഷ്ണങ്ങളായി മുറിഞ്ഞു എന്ന് മാത്രമല്ല, ശൂലമേറ്റ് പിളർക്കപ്പെട്ടവനായി ആ മഹാസുരൻ ഭൂതലത്തിൽ പതിച്ചു. ചിക്ഷുരൻ എന്ന സേനാനായകനായ അസുരനെ ദേവി നിഗ്രഹിച്ചതായി അറിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് ചാമരൻ എന്ന അതിവീര്യനായ മഹാസുരനെ ആനയുടെ പുറത്ത് കയറി, ആ മഹാസുരൻ ചാമരൻ ആനയുടെ പുറത്ത് കയറി ദേവിയോട് യുദ്ധത്തിന് വന്നു. ആ അസുരൻ ദേവന്മാരെ നാനാതരത്തിലും പീഡിപ്പിച്ചിരുന്നു. അവനും ഭഗവതിയുടെ നേരെ തൻ്റെ വേൽ പ്രയോഗിച്ചു. അപ്പോൾ ദേവി ഹുങ്കാരപ്രയോഗം കൊണ്ട് മാത്രം അതിനെ തേജോഹീനമാക്കി ഭൂമിയിൽ വീഴിച്ചു. ഹുങ്കാര ശബ്ദം, ആ ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ അവനെ ഭൂമിയിൽ പതിപ്പിച്ചു. എന്നിട്ട് അവനും ദേവിയുടെ നേരെ വേൽ പ്രയോഗിച്ചു. ദേവി ഹുങ്കാരപ്രയോഗം കൊണ്ട് ആ വേലിനെ തേജോഹീനമാക്കി ഭൂമിയിൽ വീഴിച്ചു എന്നർത്ഥം. തൻ്റെ വേൽ നിഷ്പ്രഭമായി തീർന്നു എന്ന് കണ്ടപ്പോൾ ചാമരൻ അതിയായ കോപമുണ്ടായി ദേവിയുടെ നേരെ വീണ്ടും ശൂലത്തെ പ്രയോഗിച്ചു. ദേവി അതിനെയും തൻ്റെ ബാണങ്ങൾ പ്രയോഗിച്ച് മുറിച്ചു കളഞ്ഞു, ഛേദിച്ചു കളഞ്ഞു. അനന്തരം ദേവിയുടെ വാഹനമായ സിംഹം ഭൂമിയിൽ നിന്നും മേലോട്ടുയർന്നു ചാടി ചാമരൻ്റെ വാഹനമായ ആനയുടെ മസ്തകത്തിന്മേൽ ചെന്നിരുന്നു. കൈകളെ കൊണ്ട് ആ മഹാസുരനോട് ശക്തിയായി യുദ്ധം ചെയ്തു. അപ്പോൾ ആനപ്പുറത്തിരുന്ന് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന അവർ ഇരുവരും ഭൂമിയിൽ വീണു. അവിടെയും അവർ ഏറ്റവും അടുത്തുകൂടി അതിഭയാനകമായ വിധം അന്യോന്യം പ്രഹരമേൽപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അവരടിച്ചിടിച്ചു കൊണ്ടിരുന്നു. വീണ്ടും ആനപ്പുറത്തിരുന്നിട്ടും. അപ്പം ആനപ്പുറത്തിരുന്നപ്പം താഴെ വീണു, അടിച്ചു പിടിച്ചും. അവിടെ ഇരുന്നിട്ട് പിന്നെയും യുദ്ധം തുടങ്ങി എന്നർത്ഥം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേ.